സ്റ്റുഡൻസ്, നമുക്കിന്ന് സ്ട്രിംഗ് ഫങ്ഷൻസ് C++ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഈ പ്രോഗ്രാം ഫോർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ്. നമ്മളിന്ന് അതിൽ നോക്കാൻ പോണത് strlen ഫങ്ഷൻ, പിന്നെ strcpy ഫങ്ഷൻ, strcat ഫങ്ഷൻ, പിന്നെ strcmp ഫങ്ഷൻ, പിന്നെ ഒരു ഫങ്ഷൻ ഉണ്ട് strcmpi. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന കാരണം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOString കൂടാതെ ഹാഷ് ഇൻക്ലൂഡ് cstring ഫങ്ഷൻ കൂടി യൂസ് ചെയ്യും. എന്നാലാണ് നമുക്ക് സ്ട്രിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ പോലെ യൂസിങ് നെയിം സ്പേസ് std int main, രണ്ട് സ്ട്രിംഗ് array എടുക്കുന്നുണ്ട്, char str of size 20, str1 of size 20. പിന്നെ എൻട്രി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ scin.getLine str of 20. scin.getLine യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഏത് സ്ട്രിങ്ങിലേക്കാണോ റീഡ് ചെയ്യുന്ന ആ സ്ട്രിങ്ങിൻ്റെ പേര്, പിന്നെ എത്ര ലെങ്ത്ത് ക്യാരക്ടേഴ്സ്, അതായത് 20 ക്യാരക്ടർ വരെ റീഡ് ചെയ്യാമെന്നുള്ള നമ്മൾ സൈസ് ഇവിടെ 20 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20 ക്യാരക്ടർ വരെ അതിൽ സ്റ്റോർ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ അടുത്ത സ്ട്രിങ്ങും നമ്മൾ അതുപോലെ str1ലേക്കും 20 ക്യാരക്ടർ വരെ റീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ 20 ക്യാരക്ടർ കൊടുത്തോളം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്യാരക്ടർ കൊടുക്കണമെന്ന് വെച്ചാൽ ആ എത്രയും ക്യാരക്ടർ കൊടുത്ത് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ റീഡ് ചെയ്യുള്ളൂ. രണ്ട് സ്ട്രിങ് റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ cout the length of the string is strlen എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് സ്ട്രിങ്ങിൽ. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന കാരണമാണ് നമ്മളിവിടെ cstring എന്നുള്ള ഹെഡർ ഫയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ strlen ബ്രാക്കറ്റിൽ str. അപ്പോൾ ആദ്യത്തെ നമ്മൾ വെൽക്കം ടു എന്നുള്ളതാണ് സ്ട്രിങ് ആണ് കൊടുക്കണേച്ചെങ്കിൽ strലേക്ക്. അപ്പോൾ നമുക്ക് 10 ആയിരിക്കും സ്ട്രിങ് ലെങ്ത് വരിക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷനാണ്. അതിന് നമ്മൾ അതിൽ യൂസ് ചെയ്യുമ്പോൾ strcpy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിംഗ് കോപ്പിയാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ബ്രാക്കറ്റിൽ കൊടുത്ത രണ്ട് സ്ട്രിങ്ങിൽ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യും. നമ്മളിവിടെ സ്ട്രിങ്ങിലേക്ക് നമ്മൾ ഇവിടെ സപ്പോസ് ഇവിടെ നമ്മൾ വെൽക്കം ടു എന്നാണ് കൊടുത്തത്, ഇവിടെ C++ എന്നാണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ സ്ട്രിങ് 1ൽ C++ ആണുള്ളത്. പക്ഷേ അത് എടുത്ത് കളഞ്ഞ് സ്ട്രിങ്ങിലുള്ളത് സ്ട്രിങ് 1ലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ രണ്ടിലിപ്പോൾ ആദ്യത്തിൽ നമ്മൾ വെൽക്കം ടു ആണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ രണ്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ എന്തായി മാറും, വെൽക്കം ടു ആയി മാറും. എന്ന് വെച്ചാൽ str എന്നുള്ള സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ str1 സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യണം. എന്താണ് കണ്ടന്റ് ഉള്ളത് വെച്ചെങ്കിൽ അത് മുഴുവൻ കോപ്പി ചെയ്യണം. അപ്പോൾ strലേക്ക് നമ്മൾ വെൽക്കം ടു ആണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ ഇതിൽ C++ എന്നാണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ ആ C++ എന്നത് എടുത്ത് മാറ്റി അതിലേക്ക് strലുള്ള വെൽക്കം ടു ഇതിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് ഓഫ് str1 എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ C++ ആണ് നമ്മൾ കൊടുത്തേച്ചെങ്കിലും ഇവിടേക്ക് strൻ്റെ ഇതിലേക്ക് കോപ്പി ചെയ്തതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും, വെൽക്കം ടു എന്ന് തന്നെ വരും. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് strcat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകാറ്റിനേഷൻ എന്നാണ്. കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ വേറെ സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ strലുള്ള കണ്ടൻറ്റ് str1ൻ്റെ കണ്ടൻറ്റിനോട് കൂടെ ആഡ് ചെയ്യണം. നമ്മളിവിടെ വെൽക്കം ടു ആണ് രണ്ടിലിപ്പോൾ ഉള്ളത്. അപ്പോൾ str1ലുള്ള വെൽക്കം ടുവിൻ്റെ കൂടെ strലുള്ള വെൽക്കം ടു എന്നുള്ളതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇതിൽ എന്തായാലും കണ്ടൻറ്റായി മാറും. അപ്പോൾ നമ്മൾ str1ൻ്റെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ വെൽക്കം ടു എന്ന് വരും. എന്തുകൊണ്ട് രണ്ട് തവണ വെൽക്കം ടു എന്ന് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ strലുള്ള കണ്ടൻറ്റ് വെൽക്കം ടു ആണ്, str1ലെ കണ്ടൻറ്റും വെൽക്കം ടു ആണ്. ഇത് സ്ട്രിംഗ് കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ട്രിങ്ങിലുള്ള കണ്ടൻറ്റിൻ്റെ കൂടെ രണ്ടാമത്തെ സ്ട്രിങ്ങിലുള്ള കണ്ടൻറ്റ് ഒന്നുകൂടി ജോയിൻ ചെയ്യും. അപ്പോൾ str1ൽ ഇപ്പോൾ കണ്ടൻറ്റ് ഡബിളായി മാറും, വെൽക്കം ടു. അപ്പോൾ അതാണ് ഇവിടുത്തെ. ഇനി നമ്മൾ രണ്ട് സ്ട്രിങ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഫംഗ്ഷനാണ് strcmp. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രിങ്ങും സെയിം ആണ് വെച്ചെങ്കിൽ അത് ഇപ്പോൾ വെൽക്കം ടു ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിൽ ഡബിൾ ഉണ്ട്, വെൽക്കം ടു എന്ന് രണ്ട് തവണ ഇതിലുണ്ട്, ഇതിൽ വെൽക്കം ടു മാത്രം. രണ്ടും സെയിം അല്ല. സെയിം ആണ് വെച്ചെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക വെച്ചെങ്കിൽ 0 ആണ് വരിക കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ദേ ആർ സെയിം എന്നുള്ള ഔട്ട്പുട്ട് വരും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇത് ശരിയല്ലാത്ത കാരണം എൽസിഫിലേക്ക് പോകും. അപ്പോൾ അവിടെ str1ഉം str2 കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ സീറോ എപ്പോഴാണ് വരിക വെച്ചെങ്കിൽ ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക് ഓർഡറിൽ ചെറുതാണെങ്കിൽ ഇവിടെ നമ്മൾ
ചെറുതല്ല, അപ്പോൾ ഇതിലും ട്രൂ ആവില്ല. അപ്പോൾ നമ്മൾ എൽസിലേക്ക് വന്ന് str1 ഈസ് ആൽഫബറ്റിക്കലി ഗ്രേറ്റർ ദാൻ str1 എന്നുള്ള ഔട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യത്തെ സ്ട്രിങ് നമുക്ക് വെൽക്കം ടു എന്നുള്ളത് കൊടുക്കാം. രണ്ടാമത്തെ സ്ട്രിങ് നമ്മൾ വെറും C++ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ലെങ്ത് ഓഫ് സ്ട്രിങ് ഈസ് 10. നമ്മൾ str-ൻ്റെ എന്താണ് നോക്കുന്നത്, ഇവിടെ നോക്കി എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 സ്പേസ് എടുക്കണം 9 10. അപ്പോൾ നമ്മൾ str-ൻ്റെ ലെങ്ത്ത് 10 ആണ്. ഇനി കണ്ടൻറ്റ്, നമ്മൾ കണ്ടൻറ്റ് എന്താണ്, നമ്മൾ ആദ്യത്തെ സ്ട്രിങ് നിന്ന് രണ്ടാം സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ C++ മാറ്റിയിട്ട് ആ സ്ഥലത്തേക്ക് വെൽക്കം ടു എന്ന് വന്നു. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ഓഫ് str1 ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ വന്നത്, വെൽക്കം ടു ആണ് വരുന്നത്. C++ ഒഴിവാക്കി നമ്മൾ ഇതിലേക്ക് ആദ്യത്തെ സ്ട്രിങ് രണ്ടാം സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ C++ മാറ്റിയിട്ട് വെൽക്കം ടു വന്നു. അപ്പോൾ നമുക്ക് വെൽക്കം ടു ആണ് str1 ഉള്ളത്. പിന്നെ നമ്മൾ ചെയ്തത് സ്ട്രിങ് കൺകാറ്റിനേഷൻ ആണ്, strcat. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തെ സ്ട്രിങ്ങിൽ ഇപ്പോൾ വെൽക്കം ടു ആണ്, രണ്ടാമത്തെ സ്ട്രിങ്ങിലും വെൽക്കം ടു ആണ്. അപ്പോൾ ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ str1ൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ എന്തായി മാറി, വെൽക്കം ടു വെൽക്കം ടു. നമ്മൾ 2 തവണ റിപ്പീറ്റ് ചെയ്ത് 2 തവണ വരുന്ന പോലെയായി. ഇനി നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യണം. strcmp കമ്പയർ ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കലി ഗ്രേറ്റർ ആണ് str1 str-നേക്കാളും. അപ്പോൾ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോപ്പി ചെയ്യലൊന്ന് നമുക്ക് കമൻസിലിടാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോപ്പി ചെയ്യുന്നില്ല നമ്മൾ. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് വെൽക്കം ടു എന്ന് കൊടുക്കുന്നു, രണ്ടാം സ്ട്രിങ്ങിൽ വെറും C++ കൊടുക്കുന്നു. അപ്പോൾ ലെങ്ത് നോക്കുമ്പോൾ വെൽക്കം ടുവിൻ്റെ ലെങ്ത് എത്രയാണ്, 10. ഇനി നമ്മൾ ആദ്യത്തെ സ്ട്രിങ് രണ്ടാം സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ സ്ട്രിങ് 1ൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, C++ തന്നെയായിരിക്കും. ഇപ്പോൾ മാറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ മറ്റേത് കോപ്പി ചെയ്യുമ്പോഴാണ് നമ്മൾ വെൽക്കം ടു രണ്ടാമത്തേലേക്കും വരുന്നത്. ഈ കോപ്പി ചെയ്യാണ്ടിരിക്കുമ്പോൾ ഈ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല, അത് കോമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് str1 പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താണ്, C++ തന്നെയായിരിക്കും. ഇനി നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ C++ൻ്റെ കൂടെ വെൽക്കം ടു കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ എന്തായാലും ഔട്ട്പുട്ട് വരിക C++ വെൽക്കം ടു എന്നാണ് വരിക. ഇനി നമ്മൾ വെൽക്കം ടു C++ ആണ് വരേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, str ഇപ്പുറത്തും str1 ഇപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം ടു C++ ആണ് വരും. ഇപ്പോൾ വരണത് എന്താ വെച്ചെങ്കിൽ C++ ആണ് ആദ്യം, അതിൻ്റെ കൂടെ വെൽക്കം ടു കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ വരിക, C++ വെൽക്കം ടു എന്നാണ് ഇവിടെ ഔട്ട്പുട്ട് വരിക. C++ഉം വെൽക്കം ടുവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ C++ലെ ആൽഫബറ്റിക് ഓർഡറിൽ C എന്താണ്, ചെറുതാണ്. വെൽക്കം ടുവിൽ W വലുതാണ്. അപ്പോൾ ഇതിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തത് രണ്ടാമത്തേക്കാളും ചെറുതാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ 0 എന്ന് തന്നെ. അപ്പോൾ ആൽഫബറ്റ് ചെറുതായതുകൊണ്ട് <0 ആണ്. അപ്പോൾ നമുക്ക് str1 ഈസ് ആൽഫബറ്റിക് ഓർഡർ ലോവർ ദാൻ str എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് വരേണ്ടത്. നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ ആദ്യത്തെ സ്ട്രിങ് ചോദിക്കും, നമുക്ക് വെൽക്കം ടു എന്ന് കൊടുക്കാം. രണ്ടാമത്തെ സ്ട്രിങ് ചോദിക്കും C++ എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ലെങ്ത് ഓഫ് സ്ട്രിങ് ആദ്യത്തേൻ്റെ 10 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ കണ്ടൻറ്റ് ഓഫ് str, ഇപ്പോൾ നമ്മൾ കോപ്പി എന്നുള്ളത് നിർത്തി ചെയ്യുന്നില്ല, അത് കമൻസിലിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ട്രിങ്ങിൽ C++ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ഓഫ് str1 ഈസ് നമ്മൾ എന്ത് ചെയ്തു, കൺകാറ്റിനേഷൻ ചെയ്തു. അപ്പോൾ str1ൻ്റെ കൂടെ str ആഡ് ചെയ്തു. അപ്പോൾ C++ വെൽക്കം ടു ആയി മാറി. അപ്പോൾ str1ൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ എന്തായി, C++ വെൽക്കം ടു. ഇനി str1 ഈസ് ആൽഫബറ്റിക് ഓർഡറിൽ ലോവർ ദാൻ str. എന്താ വെച്ചാണ് C++ വെൽക്കം ടു എന്നുള്ളത് ആൽഫബറ്റിക് ഓർഡറിൽ ചെറുതല്ലേ, വെറും വെൽക്കം ടുവിന് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കാം, ബിനീഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആൽഫി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പോൾ ഏതാണ് ആൽഫബറ്റിക് ഓർഡറിൽ ചെറുത്, ആൽഫി ആയിരിക്കും. എന്ന് വെച്ചാൽ എയിലാണ് പേര് തുടങ്ങുന്നത്. ബിനീഷ് എന്ന് പറയുന്നത് B ആണ്, A കഴിഞ്ഞ് വരുന്നതായതുകൊണ്ട് ആൽഫബറ്റിക് ഓർഡറിൽ ബിനീഷ് രണ്ടാമത്തെ വരിക, ആൽഫി ഒന്നാമതായിട്ട് വരും. അപ്പോൾ അതാണ് ഇതിൽ നമുക്ക് C++ വെൽക്കം ടു എന്ന് പറയുമ്പോൾ അത് ആൽഫബറ്റിക് ഓർഡറിൽ വെറും വെൽക്കം ടുവിനേക്കാളും ആൽഫബറ്റിക് ഓർഡറിൽ ലോവർ ആണ്. ഇതാണ് സ്ട്രിംഗ് ഫങ്ഷൻസ്.